നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലൊക്കെ പബ്ജി മൊബൈൽ ബാൻ ചെയ്യുമോ ഇല്ലയോ എന്നാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രധാന കണ്ടന്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിനെ വിളിച്ചുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം. നിങ്ങളെല്ലാം ചിന്തിക്കുന്നുണ്ടായിരിക്കും പബ്ജി മൊബൈൽ ബാൻ ആവോ ഇല്ലയോ എന്നെല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതിനൊക്കെ ഒരു കാരണമുണ്ട്, വലിയൊരു പ്രശ്നം തന്നെ ഉണ്ട് ഇതിൻ്റെ പുറകിൽ. അതുകൊണ്ടാണ് പബ്ജി മൊബൈൽ ബാനിൽ ലിസ്റ്റിലോട്ട് പോകുന്നത്. ഇപ്പം പബ്ജി മൊബൈൽ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ 256 ആപ്ലിക്കേഷനും നിരീക്ഷണത്തിലായെന്ന് വെച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ചൈനീസ് ഗവൺമെൻറ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്നുണ്ടെന്ന് അവർക്ക് ഇന്ത്യ ഗവൺമെൻറ്റിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ പബ്ജി മൊബൈലിനെ ബാൻ ചെയ്യത്തുള്ളൂ. എന്ന് വെച്ചാൽ പബ്ജി മൊബൈലിനെ നിങ്ങൾ ബാൻ ചെയ്യുവാണെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ബാൻ ചെയ്യുമല്ല, നമുക്കൊരു 10 അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ പബ്ജി മൊബൈൽ തിരിച്ച് തന്നെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അതേപോലെ തന്നെ വരും. അതുപോലെ തന്നെ ബ്ലൂ ഹോൾ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു ഗെയിമാണ് പബ്ജി മൊബൈൽ. അതിനകത്ത് 90% ഷെയർ മാത്രമേ ഉള്ളൂ ഈ ബ്ലൂ ഹോൾ കമ്പനികൾക്ക്. അതിൽ 10% ഷെയർ തരുന്നത് ടെൻസെൻറ്റ് കമ്പനികൾക്കാണ്. അപ്പോൾ ആ ടെൻസെൻറ്റ് കമ്പനി 10% ഷെയർ ഇടുന്നതുകൊണ്ട് തന്നെ ടെൻസെൻറ്റ് കമ്പനി എന്ന് വെച്ചാൽ ഒരു ചൈനീസ് കമ്പനിയാണ് ടെൻസെൻറ്റ്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ബാൻ ആവും എന്നുള്ള ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ കണ്ട ഒരു ന്യൂസിനകത്ത് ന്യൂസ് ചാനലിൽ ഞാൻ അറിഞ്ഞൊരു വിവരമാണ്. പബ്ജി മൊബൈൽ ഗെയിംസ് അതുപോലെ മറ്റുള്ള ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ, വാട്സപ്പ് ആപ്ലിക്കേഷനൊക്കെ നമ്മുടെ ഇന്ത്യൻ സൈനികരിലൊക്കെ ഉള്ളവരുടെ മൊബൈലിൽ നിന്നും മാത്രമേ ബാൻ ചെയ്യത്തുള്ളൂ എന്നാണ് ഇന്നത്തെ ന്യൂസിൽ കൂടെ അറിയപ്പെട്ടത്. ഇന്നത്തെ ന്യൂസിലൊക്കെ അറിയാൻ പറ്റിയിരിക്കുന്നത് സാധാരണക്കാർക്ക് ഈ ഒരു ഗെയിം കളിക്കാൻ പറ്റും, അതുപോലെ സാധാരണക്കാർക്ക് ഈ ഗെയിം യൂസ് ചെയ്യാം, ഇതുപോലുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം, അതിനൊന്നും ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ലെന്നാണ് ഇന്നത്തെ രാവിലത്തെ ന്യൂസിൽ അറിയാൻ പറ്റിയത്. അപ്പോൾ പബ്ജി മൊബൈലിലെ ഈ ഒരു വലിയൊരു വിഷയമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പബ്ജി മൊബൈലിലെ 90% ഷെയറിങ് മാത്രമേ ഉള്ളൂ, 8% ഷെയർ മാത്രമേ ഉള്ളൂ നമ്മുടെ ബ്ലൂ ഹോൾ കമ്പനികൾക്ക്. അതുപോലെ 10% ഷെയർ തരുന്നത് ചൈനീസ് കമ്പനിയായ ടെൻസെൻറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് 10% ഷെയർ തരുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിഷയം. അപ്പോൾ പബ്ജി മൊബൈൽ പബ്ജി PCയിൽ നിന്നും വന്നതാണ്. പബ്ജി മൊബൈൽ ബ്ലൂ ഹോൾ കമ്പനി മൊബൈലിലോട്ട് ഡെവലപ്പ് ചെയ്തപ്പം ഒരു 10% ടെൻസെൻറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ഇത് മൊബൈലിലോട്ട് ഈ ഒരു ഗെയിം ഡെവലപ്പായി വന്നത്. അപ്പം പബ്ജി മൊബൈൽ ആദ്യമൊക്കെ നമ്മുടെ ഫോണിലോട്ടൊക്കെ വന്ന സമയത്ത് നമ്മളെല്ലാവരും പബ്ജി മൊബൈലിൽ ഒരു ഫണ്ണായിട്ടുള്ള പിന്നീട് കളിച്ച് പിന്നെ ഓരോരുത്തർക്ക് അതിനകത്ത് ഇവന്റ്, അതിനകത്ത് ചലഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഓരോ ഇവന്റിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ലക്ഷങ്ങളാണ് കൈ കിട്ടുന്നത്. അപ്പോൾ അത്രത്തോളം സമ്പാദിക്കുന്ന ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷനാണ് പബ്ജി മൊബൈൽ. അപ്പോൾ ഇതിനകത്ത് കുറേ ഇവന്റുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്, ഇനിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇടയ്ക്ക് ഇന്ന് ബാൻ ചെയ്യുന്ന ലിസ്റ്റിൽ ഈ 256 ആപ്ലിക്കേഷനും ബാൻ ചെയ്യുന്ന ലിസ്റ്റിൽ ഇന്ന് പ്ലേ സ്റ്റോറിൽ പുതിയതായി ഇന്നൊരു ഗെയിം റിലീസായി. ചൈനീസ് ഗെയിമായ ക്രോസ് ഫയർ എന്ന് പറഞ്ഞൊരു ഗെയിം ഇന്ന് റിലീസായി. ഇന്ന് അത് ഇൻസ്റ്റാൾ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കളിക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം, ഇതിന് മുമ്പൊക്കെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നമുക്ക് ക്രോസ് ഫയർ എടുത്ത് കളിക്കാൻ പറ്റുമായിരുന്നു. അന്നൊരു ബാറ്റിൽ ഗ്രൗണ്ട് മോഡലായിരുന്നു ഈ ഒരു ഗെയിം. പക്ഷേ ഇപ്പോൾ അത് റിമൂവ് ആയ ശേഷം പിന്നെ തിരിച്ച് വന്നപ്പോൾ ക്രോസ് ഫയറിനെ ഒന്ന് മാറ്റി ഇപ്പം ബാറ്റിൽ ഗ്രൗണ്ടിൻ്റെ കൂട്ടുള്ള ഒരു ക്ലാഷ് ഓഫ് ക്ലാൻ്റെ ഒക്കെ ഒരു രീതിയിലുള്ള ഒരു ഗെയിമാണ് നമുക്ക് ക്രോസ് ഫയർ വന്നിരിക്കുന്നത്. പുതിയ ഇരിക്കുന്ന ഗെയിമാണ് ക്രോസ് ഫയർ. അത് ഒരു ചൈനീസ് ഗെയിം തന്നെയാണ്. ഇപ്പോൾ ഈ 256 ആപ്ലിക്കേഷനിനകത്ത് ആ ഒരു ആപ്ലിക്കേഷനും കൂടെ ചേർക്കണ്ടേ? ഓക്കെ, അപ്പോൾ പബ്ജി മൊബൈൽ ബാൻ ആവൂ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന കാര്യങ്ങൾ കണ്ടറിയാം, അതുപോലെ കേട്ടറിയാം. അപ്പോൾ എനിവേ, അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.